ഉള്ളവരെ പൊന്നാനി MES കോളേജ് നിർഭയ വുമൻ ഡെവലപ്മെന്റ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ആദ്യത്തെ പ്രോഗ്രാമാണിത്. ഇത് നമ്മൾ നടത്തുന്നത് വായനാ വാരത്തിനോടനുബന്ധിച്ചാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്, നമ്മളോട് ഇന്ന് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് MES മമ്പാട് കോളേജിലെ സുവോളജി വിഭാഗം അധ്യാപികയും ഒരു എഴുത്തുകാരിയും കൂടിയായ ഷമിയത്താണ്. ഷമിയത്ത് എന്നാണ് ടീച്ചറുടെ ശരിക്കുള്ള പേര്. ആളുടെ തൂലികാനാമമാണ് ഷാമി കുഞ്ഞിപ്പേരി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഷമിയത്ത് മാമിനെ തന്നെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വിളിക്കാനുള്ള ഒരു കാരണം, അവരുടെ പുതിയൊരു നോവൽ ഇപ്പോൾ റിലീസ് ആവുകയാണ്. ആ ഒരു നോവലിന്റെ പേരാണ് ആണ്ട് മനസ്സി. അത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ പേരായി കൊടുത്തിരുന്നതും. ഷമിയത്തിന്റെ എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. നമ്മളുടെ വിമൻസിൽ തന്നെ അവരുടെ പടച്ചോത്തി എന്ന കൃതി റിലീസായപ്പോൾ അതിനെക്കുറിച്ച് ഒരു സംവാദവും ഒക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചിരുന്നു. ആ ഒരു പേര് കൊണ്ട് തന്നെ നമുക്ക് പടച്ചോത്തി എന്നുള്ള, നമ്മളെല്ലാവരും പടച്ചോനെ മാത്രമല്ല കണ്ടിട്ടുള്ളൂ. പടച്ചോൻ ആണാണോ പെണ്ണാണോ എന്ന് നമുക്കറിയില്ലല്ലോ, എന്തുകൊണ്ട് പടച്ചോത്തി ആയിക്കൂടാ എന്നുള്ള ആ ഒരു ചിന്ത, ഒരൊറ്റ പേര് കൊണ്ട് തന്നെ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു ചർച്ചയായി എത്തുന്ന ഒരു എഴുത്താണ് ഷമിയത്തിൻ്റെത്. അതുപോലെ തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് അടുത്ത നോവലിലും പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ആ നോവലിനെ കുറിച്ചും സമകാലിക എഴുത്തിനെ കുറിച്ചും ഒക്കെ നമ്മളോട് സംവദിക്കാനായി ഇന്ന് എത്തിയിരിക്കുന്നത്, സർവോപരി നമ്മളുടെ MES കുടുംബത്തിൽ തന്നെ ഒരു അംഗമായതുകൊണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു എഴുത്തുകാരിയാവുന്നതിൽ നമുക്ക് ഏറെ സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇന്നിവിടെ ഓർഗനൈസ് ചെയ്യുന്നത് പൊന്നാനി MES കോളേജ് നിർഭയ വിമൻ ഡെവലപ്മെന്റ് സെല്ലും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ലിറ്റററി ക്ലബായ ലിറ്റ് സ്പേസും കൂടിയിട്ടാണ്. അപ്പോൾ ലിറ്റ് സ്പേസിന്റെ കോർഡിനേറ്റർ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലെ നെജില ടീച്ചറാണ്. അപ്പോൾ ഓരോരുത്തരെയും നമ്മളുടെ വിമൻ സെല്ലിന്റെ ജോയിന്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള വീണ ടീച്ചർ ഇവിടെയുണ്ട്, സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ്സ് ഇവിടെയുണ്ട്. അങ്ങനെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഷമിയത്ത് മാം കുറച്ച് ദൂരം കൂടുതലായതുകൊണ്ട് നമ്മളടുത്ത് ഓൺലൈൻ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ക്രീനിൽ വിസിബിൾ ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് അഭിമാനത്തോടു കൂടി, കാരണം നമ്മളൊരു സുഹൃത്താണെന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. അപ്പൊ ഒരുപാട് അഭിമാനത്തോടെ പൊന്നാനി MES കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഷമിയത്ത് മാമിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സമീറ മിസ്. എനിക്ക് സദസ് കാണാൻ വല്ല വഴിയുണ്ടോ? സദസ് കാണാൻ ഓക്കെ, ഇല്ല ക്യാമറ ഓൺ ചെയ്തിരിക്കാൻ വേണ്ടിട്ട്. ഏറ്റവും പ്രിയപ്പെട്ട ഷമീറ മിസ്, വീണ മിസ്, നെജ്ല മിസ്, പിന്നെ ആരൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് അറിയില്ല. എനിക്കറിയുന്നവരൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എത്രയും പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ റീഡിംഗ് വീക്ക് സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഓൺലൈൻ സെഷൻ വേണം എന്ന് പറഞ്ഞത് വീണ ടീച്ചറും സമീറ ടീച്ചറും. വീണ മിസ്സും ഷമീറ മിസ്സും ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്റ്റൽ റൂമിൽ ഒരുമിച്ച് താമസിച്ചിരുന്നവരാട്ടോ. 3 മസ്കിറ്റിയേഴ്സ് എല്ലാ കച്ചറക്കും ഒരുമിച്ച് ഇങ്ങനെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കളുമാണ്. സോ താങ്ക് യു ഷമീറ മിസ്, വീണ ടീച്ചർ, നെജില മിസ് ആൻഡ് യു ഓൾ. റീഡിങ് എന്നുള്ള അല്ലേ, നമ്മള് ഭയങ്കര ചർച്ചകളാണ് ഇപ്പൊ. ആകെ വായന മരിക്കുന്നുണ്ടോ, വായന ജനിക്കുന്നുണ്ടോ, വായന തുടരുന്നുണ്ടോ, ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അതേസമയം തന്നെ സെയിം ടൈം തന്നെ സീരിയസ് റീഡിങ്ങിൽ നിന്ന് ഒരു ഭയങ്കര ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആസ് യു ഓൾ നോ, ഇപ്പോഴത്തെ നമ്മുടെ സെൻട്രൽ അല്ലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. ബട്ട് സ്റ്റിൽ റീഡിങ് ഇസ് ദർ എന്നുള്ള ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ള, അല്ലെങ്കിൽ റീഡിങ് ഇസ് ദർ എന്ന് നമുക്ക് ബോധ്യം വരുന്ന ഒരു നല്ലൊരു കാലം കൂടിയാണിത്. അപ്പോൾ നിങ്ങളോട് ഇന്ററാക്റ്റീവ് സെഷൻ അതിൻ്റെ കൂടെ കുറച്ച് സംസാരിക്കാനാണ് ഞാൻ വിചാരിച്ചത്.
നിങ്ങൾ വായിക്കാറുണ്ടോ മക്കളെ? വായിക്കാറുണ്ടോ? എനിക്ക് നിങ്ങളെ കാണാം. വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട് വായിക്കണം എന്നുള്ളത് അല്ലേ? ഒരുപാട് എന്താ പറയാ, നമ്മൾക്ക് വിഷ്വൽ മീഡിയ ഭയങ്കരമായിട്ട് ഡൊമിനേറ്റ് ചെയ്യുന്നൊരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തിനു വായിക്കണം എന്നുള്ള ഒരു, അതല്ലെങ്കിൽ എന്താ പറയാ, വായന പതുക്കെ പതുക്കെ കുറയുന്നുണ്ടോ എന്നുള്ള ഒരു തോട്ട്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടി വായിക്കണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ശരിക്കും പറഞ്ഞാല് പുസ്തകം ശരിക്കും ഒരു ലോകമാണ്. ഒരു ലൈക്ക് എന്താ പറയാ, ഡിസ്റ്റർബൻസ് എന്തുണ്ട് അവിടെ? ഇല്ല, ഓഡിബിൾ ആണ്. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ല. സോ പുസ്തകം ശരിക്കും ഒരു ലോകമാണ്. ലൈക്ക് എന്താ പറയാ, നമ്മളുടെ കൈ പിടിച്ച് നമ്മളുടെ കൂടെ നടക്കാൻ കഴിയുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരേ ഒരാള് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെ. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ആരെയാണ് നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന, ആരെയാണ് നിനക്ക് കല്യാണം കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT ലൈക്ക് ഒരു വൈറ്റ് എന്താ പറയാ ഒന്നുമില്ലാണ്ട് ഒരു എന്താ പറയാ ChatGPTനെ കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ഒരുപാട് റീൽസും ഒരുപാട് തമാശകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു കമ്പാനിയനാണ് ശരിക്ക് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ലൈക്ക് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആയിരിക്കും അധികം നമുക്ക് വിഷ്വൽ മീഡിയസ് നിന്ന് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതിപ്പം റീൽസ് അല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുന്ന ഒരു സംഭവമാണ് റീൽസ് എന്ന് പറഞ്ഞാൽ. തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ആ സമയത്ത് നമ്മൾ ചിന്തിക്കാനും കൂടി, നമ്മളുടെ ചിന്തകളിലും കൂടി എന്തെങ്കിലും ഒരു അനക്കം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് പുസ്തകം എന്ന് പറയുന്നത്. ഒരു പേജ് ബൈ പേജ് നമ്മൾ വായിച്ചു പോകുന്ന സമയത്ത് നമ്മളുടെ കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മളുടെ കൂട്ടുകാരാരൊക്കെയാ? ഇപ്പൊ വലിയ റൈറ്റേഴ്സ്, ഇപ്പൊ ദസ്തോവ്സ്കി വായിക്കണേ ആ സമയത്ത് ദസ്തോവ്സ്കിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വിക്ടർ ഹ്യൂഗോ വായിക്കണേ വിക്ടർ ഹ്യൂഗോ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇനിയിപ്പം നമ്മുടെ മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ബഷീർ വായിക്കുകയാണെങ്കിൽ ബഷീറാണ് ആ സമയത്ത്. അതായത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരായ മനുഷ്യരുടെ കൂടെയാണ് ആ സമയത്ത് നമ്മൾ ചങ്ങാത്തം സ്ഥാപിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ലേ, ഇപ്പൊ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ ഉണ്ടാവും, ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ ചിരിക്കുന്നുണ്ടാവും, നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടാവും. അതേസമയം നമ്മൾ ഡീപ് ഡൗൺ നമ്മൾ ഭയങ്കര എന്താ പറയാ നമ്മൾ ഡള്ളായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വിസിബിൾ അല്ല എന്ന് തോന്നുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ടാവും. ആ സമയത്തുണ്ടല്ലോ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എനിക്കൊന്ന് സ്ലോ ആയിട്ട് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാല് നിങ്ങളൊന്ന് ഒരു പുസ്തകം എടുത്തിട്ട്, ഇത് ഫ്രണ്ട്സിനെ ഒഴിവാക്കണമെന്നല്ല കേട്ടോ, ആ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് പോസ് ചെയ്യണം തോന്നുന്ന സമയത്ത് നിങ്ങളൊന്ന് പുസ്തകം എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയിരുന്നു നോക്കുക, ഒന്നോ രണ്ടോ പേജ് വായിച്ചു നോക്കുക. അത് നമുക്ക് തരുന്ന ഒരു പീസ് ഉണ്ട്. ലൈക്ക് ചിലപ്പോൾ മനുഷ്യർക്ക് ഒരിക്കലും നമുക്ക് തരാൻ കഴിയാത്തൊരു പീസ് നമുക്ക് അതിന് തരാൻ കഴിയും. അത് നമ്മളുടെ ഒരു ഇമോഷണൽ സൈഡാണ്. അതേസമയം തന്നെ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ലോകത്തിലുള്ള ഒരാളും മഹാന്മാരായിട്ട് ജനിച്ചിട്ടില്ല, എല്ലാവരും മഹാന്മാരായി തീരുകയാണ് ചെയ്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അപ്പോൾ ഇപ്പോൾ ലോകത്തുള്ള അല്ലെങ്കിൽ മരിച്ചുപോയ അതല്ലെങ്കിൽ നീ ജനിക്കാനിരിക്കുന്ന മഹാന്മാര് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വൊറേഷ്യസ് റീഡേഴ്സ് എന്ന് പറയാം നമുക്കവിടെ. അത്രയും റീഡ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഈ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് എന്താ നമുക്ക് വേറെ മീഡിയാസ് ഉപയോഗിച്ചൂടെ? റീഡിങ് എന്തിനാന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് ഡാറ്റ കളക്ഷൻ. ഇപ്പൊ നിങ്ങൾ ഹാരി പോട്ടർ മൂവി കണ്ടിട്ടില്ലേ? എല്ലാരും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഉണ്ടെന്നും ഇല്ല എന്നുള്ളത് കാണുന്നുണ്ട്. സോ ഹാരി പോട്ടർ തന്നെ വായിക്കുന്നതിന്റെ ഒരു എക്സ്പീരിയൻസും ആ മൂവി കാണുന്നതിന്റെ ഒരു എക്സ്പീരിയൻസും ഭയങ്കര ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ക്ലാസിക്കലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് എന്നോട് ചോക്കർ വലിപ്പം രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരുപാട് കഥകൾ മൂവീസായിട്ട് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നതിന്റെ എക്സ്പീരിയൻസ്, അതുപോലെ ട്വിലൈറ്റ് സാഗ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? മൂവീസ് കുറെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? എഡ്വേർഡ് കുള്ളനും ബെല്ലയും കൂടി അല്ലെ? നല്ല അതിമനോഹരമായിട്ടുള്ള ലവ് സ്റ്റോറിയാണത്. അപ്പോൾ അതുപോലെ തന്നെയാണ് വായിക്കുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊരു ഫ്രീഡം തരുന്നുണ്ട് വായന.
ആ കഥാപാത്രങ്ങളെ എനിക്ക് പരിചയമുള്ളിടത്ത് കൊണ്ടുപോയി നിർത്താനും ആ കഥാപാത്രങ്ങൾ നമ്മളോട് സംസാരിക്കാനും. ആ സമയം നമ്മൾ മൂവി കാണുകയാണെങ്കിൽ ആ കഥാപാത്രങ്ങൾ പരസ്പരം സംസാരിക്കുമല്ലോ, അവരൊരിക്കലും നമ്മളോട് സംസാരിക്കില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്താ പറയാ, ഒരുപാട് സ്പേസ് വായന തരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് വായനയുടെ ഒരു എന്താ പറയാ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് ഒക്കെ ചോദിച്ചാല്. അതുപോലെ തന്നെ ഇപ്പം നമ്മള് റീഡിങ് ഫോർ ഡ്രീമേഴ്സ് എന്ന് പറയാറുണ്ട്. റീഡിങ് ഫോർ ഡ്രീമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാവുന്ന, അതല്ലെങ്കിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു എബിലിറ്റിയും അതുപോലെ തന്നെ കിട്ടാവുന്ന നല്ലൊരു ഗിഫ്റ്റഡ് നാച്ചർ കൂടിയാണ് റീഡിങ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താ പറയാ, നമ്മൾ ഇപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എഴുതണം എന്നാണ് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ റീഡിങ് മസ്റ്റ് ആണ്. വേറെ എന്താ പറയാ, റീഡിങ്ങിന് വേറെ ഒരു റീഡിങ് അല്ലാതെ അതിന് വേറൊരു ടൂളും ശരിക്കും പറഞ്ഞാലില്ല. അതേ സമയത്ത് തന്നെ ഇപ്പോൾ റീഡിങ് നമ്മൾ പറയാറുണ്ട്, ദോസ് ഹു ഫീൽ ലോസ്റ്റ്, നമുക്ക് സ്വയം നഷ്ടപ്പെട്ട പോലെ തോന്നാം, അതല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുന്ന പോലെ തോന്നുന്നിടത്ത് നമ്മളെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ നല്ല കപ്പാസിറ്റി ഉള്ള ഒരു വേ കൂടിയാണ്, മീഡിയ കൂടിയാണ് ശരിക്ക് റീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, നിങ്ങളിപ്പോൾ ഒരു സ്ട്രഗിളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കൂടെ ആരും ഇല്ല എന്ന് തോന്നുന്ന സമയത്താണ് നിങ്ങളൊരു കഥാപാത്രത്തിൻ്റെ അടുത്ത് വായിക്കുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കും ആ കഥാപാത്രത്തോട് ചേർന്നിട്ട് അങ്ങ് പോകും. അത് നിങ്ങൾ ഏത് റീഡിങ് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളെ പലരും പ്രണയിക്കുന്ന പ്രായമാണ് നിങ്ങളുടെ, അല്ലെങ്കിൽ പ്രണയത്തിന് പ്രായമൊന്നുമില്ല കേട്ടോ, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ടീനേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം വെയിറ്റിംഗ് ഫോർ ദ വൺ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദ വൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ വെയിറ്റിംഗ് ഫോർ ദ ബുക്ക് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. വെയിറ്റിംഗ് ഫോർ ദ ബുക്ക് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ദ ബുക്ക് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ കൂടെ ഇരിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള ചില ബുക്കുകൾ ഉണ്ടാവും. നമ്മളെ അടിമുടി മാറ്റിക്കളഞ്ഞ കുറെ ബുക്സ്, ഒരു ബുക്ക് എന്ന് പറയാം, അങ്ങനത്തെ ബുക്ക് ഉണ്ടാവും. വെയിറ്റിംഗ് ഫോർ ദ ബുക്ക്. നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ വായിച്ചതായിരിക്കില്ല നിങ്ങളുടെ ദ ബുക്ക്, ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി തന്നെ അത് മീറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ ദ ബുക്കിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ ഒരുപാട് ഇപ്പൊ ദ ബുക്കിനെ നമ്മൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിലല്ലോ പിന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ രണ്ട് വേർഷൻസ് ആയിരിക്കും, ദ ഓൾഡ് സെൽഫ്, ന്യൂ സെൽഫ് എന്ന് പറഞ്ഞ രണ്ട് വേർഷൻസ് ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഇതൊക്കെയാണ് നമ്മളൊരു റീഡിങ് എന്തുകൊണ്ട് വായിക്കണം എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ വായന എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, റീഡിങ് ഈസ് ആൻ ആർട്ട് ഫോം എന്ന് പറയാറുണ്ട്. ഒരു ആർട്ട് ഫോം ആണ് ശരിക്കും. അതേസമയം ആർക്ക് വേണമെങ്കിലും സമീപിക്കാവുന്ന ഒരു ആർട്ട് ഫോം കൂടിയാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ആർട്ട് ഫോം കൂടിയാണ്. നമ്മളെ സോളിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു മാധ്യമം കൂടിയാണ് റീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ റീഡിങ് എന്നുള്ളത് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് വേണ്ടിയാണ്. പിന്നെ ഒരു നമ്മൾക്ക് ഇപ്പം നമുക്ക് സംസാരിക്കാവുന്ന, എന്നെ പരിചയം ഉണ്ടോന്ന് അറിയില്ല, എൻ്റെ പേര് ഷാമി ഷിമേത്ത് എന്നാണ്. മിസ്സിനെ പരിചയപ്പെടുത്തി. ഞാൻ സയൻസ് ആണ് പഠിപ്പിക്കുന്നത്, പക്ഷെ എനിക്ക് എടുക്കാൻ ഇഷ്ടമുള്ള പണി റൈറ്റിംഗ്, പെയിന്റിങ് ഇതൊക്കെയാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്താ പറയാ, നമ്മൾ പീസ് ആൻഡ് ഹാപ്പിനെസ് എവിടെ കണ്ടെത്തുന്നു അവിടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത് അതാണ് നമ്മളുടെ സൈക്കോളജിക്കൽ എനർജി സാച്ചുറേറ്റഡ് ഫേസ് എന്ന് നമ്മൾ പറയാം. അപ്പൊ ആ ഒരു സാച്ചുറേറ്റഡ് ഫേസിലെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബുക്ക് കളക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഭയങ്കര എന്താ പറയാ, നിങ്ങളുടെ ബുക്ക് ഷെൽഫ് അല്ലെ, നമ്മൾ പറയാറുണ്ട് ബുക്ക് ഷെൽഫ് നിങ്ങളുടെ ഒരു സീക്രട്ട് ഗാർഡൻ ആയിട്ട് മാറട്ടെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഒരു ബുക്ക് ഷെൽഫ് നിങ്ങളുടെ ഒരു സീക്രട്ട് ഗാർഡൻ ആയിട്ട് മാറട്ടെ. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളെ അനുഭവങ്ങൾ, അതല്ലേ നിങ്ങളുടെ പിന്നെ നിങ്ങൾ എഴുതുന്നത് വേറെ അടുത്ത നിങ്ങളുടെ താഴെ വരുന്ന ആൾക്കാർ, നിങ്ങളുടെ ബാക്കിൽ വരുന്ന ആൾക്കാർക്കുള്ള ഒരു വിങ്സ് കൂടി കൊടുക്കാൻ
നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ള ഒക്കെയാണ്. അതുപോലെ ഇപ്പം ഞാനിങ്ങനെ എന്താ പറയുക, വൺ വേ ടോക്ക് ആവുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറെ കൂടി പറയാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ്, കുറെ കൂടി സംസാരിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഇന്ററാക്ഷൻ രീതിയിൽ പോവാം. ഫ്രണ്ടിലേക്ക് വന്നിട്ട് ചോദിച്ചോളൂ. ഷമി, ഞാനാണ് സമീറയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ എന്നൊന്നങ്ങ് ചോദിക്കട്ടെ. ആ പുതിയ നോവലിനെ പറ്റിയിട്ട് ആണ്ടുമൻസി ഒന്ന് പറയാമോ? സസ്പെൻസ് പൊളിയാതെ എന്തെങ്കിലുമൊക്കെ. എന്താ ട്രേഡ് സീക്രട്ട് പറയരുത് എന്നാണ് അല്ലേ? എൻ്റെ 3ാമത്തെ ബുക്കാണ് ആണ്ടുമൻസി. ഫസ്റ്റ് പുസ്തകം യവൈതാദിന്റെ പ്രണയ സന്ദേശങ്ങൾ എന്ന് പറഞ്ഞൊരു പോയട്രി കളക്ഷൻ ആയിരുന്നു. സെക്കൻഡ് ബുക്ക് മിസ് പറഞ്ഞ പോലെ പടച്ചോത്തിയായിരുന്നു. അതിനുശേഷം ഒരു 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ആണ്ടുമൻസി എന്ന് പറയുന്നത്. ആണ്ടുമൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുംഭാരന്മാരറിയോ? ഈ മൺപാത്രം ഉണ്ടാക്കില്ലേ, അവരെയാണ് നമ്മൾ കുംഭാരന്മാരെന്ന് പറയാം. അവർക്കൊരു ലാംഗ്വേജ് ഉണ്ട്, കുംഭാര ഭാഷ എന്ന് തന്നെയാണ് പറയാറ്. അവരുടെ ലാംഗ്വേജിന് ലിപിയില്ല. അതേസമയം അവരുടെ സംസാര ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്, കന്നഡ, അതുപോലെ തന്നെ തെലുങ്ക്, മലയാളം, ഇതെല്ലാം കൂടിയിട്ടുള്ള സംസാര ഭാഷയാണ്. എന്നാൽ അവർ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. ആ സമയം തമിഴന്മാരൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവര് സംസാരിക്കുന്ന കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല. നമ്മളെ വേർഡ് ഭയങ്കര ഡിഫറെന്റാണ്. അതേസമയം നമ്മളൊക്കെ പറയാറുണ്ട് അവര് ജിബ്രേഷിയാണ് നിങ്ങളുടെ അല്ലെ, ജിബ്രേഷിയാന്ന് നമ്മൾ പറയില്ലല്ലോ, എന്താണ് ലിപി ഇല്ലാത്ത, അതല്ലെങ്കിൽ ഭാഷയില്ലാത്ത ഭാഷ എന്ന് പറയും നമ്മൾ ജിബ്രേഷിൽ. അപ്പം ഈ ലിപി ഇല്ല ഇവരുടെ ലാംഗ്വേജിന്. അപ്പൊ അവരുടെ ലാംഗ്വേജിൽ സ്ത്രീക്ക് പറയുന്നതാണ് ആണ്ടുമൻസി എന്നുള്ളത്. അപ്പോൾ ആ നോവലിന് ആ പേര് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മെയിൻലി സ്ത്രീ കഥാപാത്രങ്ങളാണ്, അവരുടെ ലൈഫാണ് അതിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീരെ പുരുഷന്മാരില്ലാണ്ടല്ല, കഥാപാത്രങ്ങളുണ്ട്, ബട്ട് മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ മിക്കവാറും സ്ത്രീകളാണ് വരുന്നത്. അതുപോലെ കാടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന 2 ഗ്രാമങ്ങളിൽ ഉള്ള ഒരു സ്റ്റോറിയാണ്. നിങ്ങൾ ഊട്ടിക്ക് പോയിട്ടുണ്ടോ? ഊട്ടിയിൽ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ റൂട്ട് നാടുകാണി തന്നെയല്ലേ? നാടുകാണി ചുരം താഴെയും മേലെയും ആയിട്ടുള്ള 2 ഗ്രാമങ്ങളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ആണ്ടുമൻസി എന്ന് പറയുന്നത്. അതിലെ കുറച്ച് ലേഡീസിൻ്റെ ചിലതൊക്കെ പറ്റപ്പാവങ്ങളായിട്ടുള്ള, ചിലതൊക്കെ എന്താ പറയുക ഭയങ്കര സ്മാർട്ടായിട്ടുള്ള കുറേ കഥാപാത്രങ്ങളുടെ സ്റ്റോറിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, കാപട്യങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ള എൻ്റെ ഒരു പരീക്ഷണം കൂടിയാണത്. ഇത് അല്ലേ, മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരായിരിക്കും. നമ്മളിപ്പം ഒരു അർബൻ സിറ്റുവേഷനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമുക്കറിയാം, നമ്മളങ്ങനെ മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ടാവും. ഈ സിംഗിൾ ഫേസ്ഡ് ആയിട്ട് മനുഷ്യന്മാരെല്ലാവരും ജീവിച്ചു കഴിഞ്ഞാൽ, ഒരു അറ്റ്മോസ്ഫിയറിൽ സിംഗിൾ ഫേസ്ഡ് ആയിട്ടും ഉള്ള മനുഷ്യന്മാർ മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള എൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് ഈ ആണ്ടുമൻസി എന്നുള്ളത്. ഇനി പറഞ്ഞ എല്ലാ സ്റ്റോറി പറയേണ്ടി. നിങ്ങൾക്ക് ചോദിക്കാനല്ലോ? ഹലോ, എൻ്റെ പേര് അഞ്ജന എന്നാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? കഥാപാത്രങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെയൊക്കെ അതിപ്പോ ഇന്നലെ എൻ്റെ അടുത്ത് എൻ്റെ സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു, എവിടുന്നാണോ നമ്മൾ തന്നെയാണോ കഥാപാത്രങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടേക്കോ നമ്മുടെ ഇമോഷൻസ് ഇപ്പൊ നമ്മൾ എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു സിംഗിൾ ഇമോഷൻ അല്ല നമ്മുടെ അടുത്ത് ഉണ്ടാവുക, ഒരു സിംഗിൾ ക്യാരക്ടർ അല്ല നമ്മുടെ അടുത്ത് ഉണ്ടാവുക. അപ്പൊ ഒരു ഡയമണ്ട് പോലെ ഒരുപാട് സൈഡ്സ് ഉണ്ട് മനുഷ്യന്മാർക്ക് അല്ലേ?
ഒരുപാട് സൈഡ്സ് ഉണ്ട്. അധികവും ഇപ്പം റൈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഫീൽ ചെയ്ത അതല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഇമോഷൻസ് ആയിരിക്കും മെയിൻലി നമ്മൾ എഴുതുക. അതല്ലാത്തത് നമ്മൾക്ക് ബൈ ഹാർട്ട് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതായത് മെക്കാനിക്കൽ റൈറ്റിംഗ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഈ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള ലോകത്തു നിന്നുള്ള കഥാപാത്രങ്ങളുണ്ട്, അതിനോടൊപ്പം തന്നെ കംപ്ലീറ്റ്ലി ഫിക്ഷനിലുള്ള കഥാപാത്രങ്ങളുണ്ട്, തീരെ ഇല്ലാത്ത ക്യാരക്ടേഴ്സും. ചിലപ്പോൾ നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാരുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എടുത്തിട്ട് ഒരു കഥാപാത്രത്തിൽ കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയും നമ്മൾ കഥാപാത്ര സൃഷ്ടി നടത്താറുണ്ട്. ചില സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള എന്തെങ്കിലും സംശയമോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള വല്ല ഇമോഷനോ അതൊക്കെ എടുത്തിട്ട് ഒരു കഥാപാത്രത്തിനാക്കും. ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ കഥാപാത്രം കോംപ്ലിക്കേറ്റഡ്, മെയിൻ ക്യാരക്ടേഴ്സിനെയാണ് കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മൾ നോക്കുള്ളൂ. അതല്ലാതെ സൈഡ് ക്യാരക്ടേഴ്സിനൊക്കെ അധികവും നമ്മൾ ഒരു സിംഗിൾ ഫീച്ചറിന്റെ കൂടെയോ അല്ലെങ്കിൽ സിംഗിൾ ഇമോഷന്റെ കൂടെയൊക്കെയാണ് നമ്മൾ സാധാരണ ഈ സൈഡ് ക്യാരക്ടേഴ്സിനെ വെക്കുക. ബട്ട് മെയിൻ ക്യാരക്ടേഴ്സിനെ മിക്കവാറും നമ്മൾ എല്ലാ എന്താ പറയാ ഒരു ഫുൾ ഇമോഷൻസ് അല്ലെങ്കിൽ ഫുൾ ഫാക്ടേഴ്സ് വെച്ചിട്ട് തന്നെയാണ് സാധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറ്. കുറെ എൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്നവരുണ്ട്, കുറെ എൻ്റെ കൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നവരുണ്ട്. കുറെയൊക്കെ ഞാൻ ചുറ്റുപാട് നിരീക്ഷിക്കുന്നത് ഭയങ്കര എഴുതുന്ന സമയത്ത് അല്ലെങ്കിലും നമ്മൾ ഒബ്സർവ്ഡ് എപ്പോഴും നല്ല ഒബ്സർവേഷൻ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അപ്പം അവരറിയാതെ തന്നെ നമ്മളതിങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, നമ്മുടെ ചുറ്റുപാടുള്ള ലോകത്തിന് ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ മിത്തോ സ്റ്റോറീസ് ഒക്കെയാണ് എങ്കിൽ നമ്മൾ ഇപ്പം വിത്തുകളൊക്കെ നമ്മൾ കുറെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. സ്റ്റോറീസ് ചിലതൊക്കെ നമ്മൾ ത്രെഡ് അന്വേഷിച്ച് കണ്ടുപിടിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ സെമിറാംസിനോട് പറയുന്നു, മിസ് ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് ഒരുപാട് കഥകൾ, കുഞ്ഞു കുഞ്ഞു കഥകൾ പറയായിരുന്നു. മിസ് അതുപോലെ പറഞ്ഞ കഥയിൽ നിന്ന് കിട്ടിയ ഒരു ത്രെഡ് ഞാൻ അതിലുണ്ട് മിസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു മിസ്സിനോട് കഴിഞ്ഞ ലാസ്റ്റ് വീക്ക്. ഹലോ. എഴുതി തുടങ്ങുന്ന സമയത്ത്, അതായത് വായനയുടെ ലോക സ്റ്റെക്കായി പിന്നെ ഇപ്പേരി എന്നുള്ള എഴുത്തുകാരി വായനയുടെ ലോകത്തേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നതിനെ പറ്റിയിട്ടും പിന്നീട് എഴുതുമായിരുന്നല്ലോ, ഒരു ചെറിയൊരു ഡയറിയിൽ ഇങ്ങനെ പല കാര്യങ്ങളും എഴുതുമായിരുന്നല്ലോ. അപ്പൊ അത് എത്രത്തോളം ഭാഷ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്? അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒന്ന് എഴുതുകയാണെങ്കിൽ എത്രത്തോളം ഭാഷ ഇംപ്രൂവ് ചെയ്യാൻ അവരെ സഹായിക്കും? റീഡിങ് തന്നെയാണ് മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വൊക്കാബുലറി മേക്ക് ചെയ്യാൻ അല്ലേ, നമ്മളൊരു ലാംഗ്വേജ് നമുക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 40,000 to 60,000 വേർഡ്സ് ആ ലാംഗ്വേജിൽ നമുക്ക് അറിയുകയാണെങ്കിൽ ആ ലാംഗ്വേജ് നമുക്ക് അറിയാം എന്നാണ് പറയാം. 40,000 to 60,000 വേർഡ്സ് ഒരു ലാംഗ്വേജിൻ്റെ നമുക്കറിയാമെങ്കിൽ ആ ലാംഗ്വേജ് നമുക്കറിയാം എന്നാണ് സാധാരണഗതിയിൽ പറയാം. അത്രയാണ് ഇത് നമ്മുടെ ബ്രെയിനിൽ ആ ലാംഗ്വേജിന് നമ്മൾ മെമ്മറി എത്ര പാർട്ട് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലാംഗ്വേജ് അറിയാമെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും റീഡിങ് തന്നെയാണ് മെയിനായിട്ട്. ഇപ്പം ഏത് ഭാഷയാണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പം നിങ്ങൾ ഏത് പുസ്തകവും നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഒരു 5-6 പേജ് വരെ നമ്മൾ വായിക്കുന്ന സമയത്ത് അത് നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഒരു ഇത്തിരി സമയം നമുക്ക് എടുക്കും. അതേസമയം ആ 5-6 പേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ആ ബുക്ക് നമ്മുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ ബുക്കിൻ്റെ കൂടെയോ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ അറിയില്ല ഞാൻ ഇന്ന ഭാഷയാണ് വായിക്കുന്നത് എന്നുള്ളത് പിന്നെ നമ്മൾ അറിയില്ല. പിന്നെ നമ്മളുടെ മൈൻഡും അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനും നമ്മുടെ മൈൻഡും ആ ബുക്കും ഡയറക്റ്റ് ആയിരിക്കും കണക്ഷൻ വരാം. അപ്പോൾ കൂടുതലായിട്ട് റീഡ് ചെയ്യുക. പിന്നെ എഴുതുക എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മൾ റൈറ്റിങ്ങിന് നമ്മൾ പറയാറുണ്ട്, എല്ലാ പാറകളിലും ശില്പങ്ങളുണ്ട്. എല്ലാ റോക്കിലും ശില്പങ്ങളുണ്ട്. അപ്പോൾ ഈ ശില്പമല്ലാത്ത ഭാഗം ചെത്തിക്കളയുക എന്നുള്ളതാണ് ശരിക്കും എഴുത്തുകാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ. എല്ലാ പാറകളിലും ശില്പങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ ഇപ്പൊ നിങ്ങൾ ക്യാമ്പസിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പാറ കാണുന്നുണ്ടെങ്കിൽ ആ പാറ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശില്പം കാണാൻ പറ്റില്ല. അതിലുള്ള ശില്പം പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ശില്പമല്ലാത്ത കല്ലിന്റെ ഭാഗങ്ങളെ നമ്മൾ ചെത്തിക്കളയണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് എഴുതും, ആ
അതിൽ നിന്ന് നമ്മൾ ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടും നമ്മൾ കുറേ ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടും കുറേ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടും ഒക്കെയാണ് എഴുത്തിലേക്ക് വരിക. പിന്നെ പലപ്പോഴായിട്ട് നമ്മൾ എഴുതിയിടുന്നത് ഇപ്പം അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, ഇപ്പം ദ മൊമെന്റ് ഇമോഷൻ നമ്മൾക്ക് അല്ലെ ദ മൊമെന്റ് നമുക്ക് എഴുതാൻ തോന്നിയ ഒരു സംഗതി ആ സമയത്ത് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോകും. ശരിക്കും നമ്മൾക്ക് അതേ തീവ്രതയോടെ പിന്നെ നമ്മൾ അത് പിറ്റേ ദിവസം അതല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് എഴുതണമെന്ന് വിചാരിച്ചാൽ നടക്കൂല. അപ്പം നമ്മൾക്ക് തോന്നുകയാണ് ഇപ്പൊ എനിക്ക് എഴുതണം എന്ന് തോന്നിയിട്ട് ഒരു സംഗതി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ അത് എഴുതിക്കൊള്ളണം. അതേ തീവ്രതയോടെ പിന്നെ നമുക്കത് എഴുതാൻ കഴിയില്ല. നമ്മളത് നീക്കി പിന്നെ എഴുതാം. അപ്പൊ അതുപോലെ തന്നെ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമുള്ള സംഭവമാണ് ഈ ഉറങ്ങി തുടങ്ങുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട് നമുക്ക് ഈ സ്ലീപ്പിന്റെയും വേക്കിന്റെ ഇടയിലായിട്ട്. ആ ട്രാൻസിഷൻ ടൈമിൽ ഇങ്ങനെ ഐഡിയാസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും, അത് എല്ലാവർക്കും ഉണ്ടാവും. അത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു കളിയാണ്. നമ്മളെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എഴുതണം എന്നുള്ള നമ്മളുടെ വിചാരമോ അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ഐഡിയ, ഏതെങ്കിലും ഒരു ഐഡിയ പെർസെപ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ എപ്പോഴെങ്കിലും ആയിട്ട് അതിങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളിപ്പം എഴുതാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എപ്പോഴും ഒരു ഡയറിയും പെന്നും, അല്ലെങ്കിൽ ഇപ്പം മൊബൈൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൊബൈലിലാണ് എഴുതുന്നവരെങ്കിൽ അത് അപ്പം തന്നെ എഴുതിയിടുക. ഞാനൊക്കെ ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് എനിക്ക്. ഓരോ വർക്കിന് ഓരോരോ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. അപ്പൊ ഞാൻ അപ്പൊ തോന്നുന്നത് അപ്പൊ അതിൽ വോയിസ് ഇടുക ചെയ്യാം. അതല്ലാതെ നമ്മൾക്ക് ആ സമയത്ത് മിക്കവാറും ഇപ്പൊ ഡ്യൂട്ടിയിലൊന്നും ആണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് അത് എഴുതാനോ അത് എഴുതി മാറ്റി വെക്കാനൊന്നും ചിലപ്പോൾ കഴിയില്ല. അപ്പൊ അതുപോലത്തെ പല ട്രിക്സും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നോട്ട്സ് എഴുതുന്നപ്പം മൊബൈലിൽ നോട്ട്സ് എഴുതുന്നവരുണ്ടാവും, അത് എഴുതിയിടാം. എഴുതി അല്ലെ പ്രാക്ടീസ് ആണ് എന്ന് പറയില്ലേ മക്കളെ, എഴുത്താണെങ്കിലും പ്രാക്ടീസ് ആണ്. ഇല്ലേ, ഏറ്റവും നല്ല പാട്ടുകാരുണ്ടായത് ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. വിരാട് കോഹ്ലി ഉണ്ടായത് ക്രിക്കറ്റ് അത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെസ്സി ഉണ്ടായിട്ടുള്ളത്, റൊണാൾഡോ ഉണ്ടായിട്ടുള്ളതൊക്കെ അവരത്രയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ പറയാറില്ലേ നമ്മള് ഇപ്പം ഇത്രയും വയസ്സായിട്ടും യേശുദാസ് ഇപ്പോഴും 4 മണിക്ക് എണീറ്റിട്ട് വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് സാധകം ചെയ്യും. അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. അപ്പം ഏറ്റവും നല്ല റൈറ്റേഴ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് അതിന് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ മേളിൽ കൂടുതൽ സമയം അതിനെ എഡിറ്റ് ചെയ്തിട്ടും അത് ഇവോൾവ് ചെയ്യിച്ചിട്ടും അതേ സംഭവം തന്നെ ഇപ്പം അതുപോലെ തന്നെ ഞാൻ പ്രയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്, സാധാരണ റൈറ്റേഴ്സ് എല്ലാവരും പ്രയോഗിക്കുന്ന ടെക്നിക്കാണ്. ഒരു തവണ എഴുതിയത് അപ്പൊ തന്നെ എഡിറ്റ് ചെയ്യാൻ ഇരിക്കില്ല. ഒരു തവണ എഴുതിയത് ചിലപ്പോൾ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് വായിക്കണം. അപ്പൊ നമ്മൾ എന്താ പറയുക, പുതിയ ഒരാളായിട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആ എഴുതിയ ആ ഒരു ഇമോഷനെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾക്കൊരു പുതിയ സംഗതി വായിക്കുന്ന പോലെ അത് വായിക്കുന്ന സമയത്ത് അപ്പൊ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ കണ്ടെത്താൻ കഴിയും. അതല്ലെങ്കിൽ ഒരുപാട് ഇതിങ്ങനെയായാൽ കുറെ കൂടി നല്ലതാവും എന്നുള്ള അങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതിങ്ങനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക സാധാരണ റൈറ്റിംഗ് ചെയ്യാം. ഹലോ, ഹായ്. ഞാൻ ഷമീറ മിസ്സിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഞാൻ സംഭവം ശ്രദ്ധിച്ചു. മിസ് പഠിച്ചോത്തെ എന്നൊരു ബുക്ക് എഴുതിനെ. പഠിച്ചോത്തെ എന്നുള്ള ആ ഒരു ഐഡിയോളജി പറഞ്ഞ മിസ്സിനെ പറഞ്ഞ ബോൾഡ് മൂവ് ആണ്. അപ്പം മിസ്സിന് എന്താണ് അത് ഇൻസ്പയർ ചെയ്ത് അങ്ങനെ ഒരു വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇത് പഠിച്ചോത്തി എന്നുള്ള ഐഡിയോളജിയിലേക്ക് എത്തിയത്? എന്റെ പേര് നഷ്റാണ്. ഞാനിപ്പോ ബോട്ടണി 2nd ഇയർ ആണ്. പടച്ചോത്തി എന്നുള്ളത് ഒരിക്കൽ അല്ലെ, പടച്ചോൻ എന്നുള്ളത് പടച്ചോൻ ആരും ജെൻഡർ പറഞ്ഞിട്ടില്ല, അത് ദൈവത്തിനാരും ജെൻഡർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതേസമയം നമ്മുടെ സൊസൈറ്റിയിൽ ദൈവവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും റൂൾസ് കിടക്കുന്നത്. സൊസൈറ്റിയിൽ എപ്പോഴും നമ്മളെ അല്ലെങ്കിൽ ആരെ തല്ലാനുള്ള വടിയും ദൈവത്തിന്റെ പേരിലുണ്ടാവുക അല്ലെ. ആരെ വേണമെങ്കിലും തല്ലാം. നിങ്ങളുടെ ഫ്രണ്ടിനോട് എവിടെയും സംസാരിച്ചിരുന്നാൽ പോലും നിങ്ങളെന്താ ചെയ്യുന്ന, അല്ലെ നിങ്ങൾ ഇയാളുടെ മകളായിട്ട് എന്താ ചെയ്യുന്നതെന്നൊന്നും ആരും ചോദിക്കൂല. മതത്തിന്റെ പേരിലായിരിക്കും അവരെ വടിയെടുക്കുന്നുണ്ടാവും എല്ലാ സമയത്തും മതത്തിന്റെ പേരിലാണ് വടിയെടുക്കുക. അത് നമ്മളുടെ നാട്ടുകാരുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, യുദ്ധങ്ങൾ മുതൽ എന്ത് പ്രശ്നങ്ങളും അവർക്ക് റീസൺ വേണം. അവർക്ക് വടി കയ്യിലെടുക്കാൻ ഒരു റീസൺ വേണം. ഇപ്പൊ നിങ്ങള് നമ്മളുടെ
നുവൽ ഹെറാരിയുടെ ബുക്ക് വായിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ആ, അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ, ഏതോ ഒരു കല്ലിന് വേണ്ടിയിട്ട് ഈ ജെറൂസലം പലസ്തീൻ ഇത് എന്ന് പറയുന്നത്, അവിടെയുള്ള ഒരു കല്ലിന് വേണ്ടിയിട്ടാണ് അവർ തല്ല് പിടിക്കുന്നത് എന്ന് പറയും. എന്നാൽ ആ ലാൻഡിന് വല്ല പ്രത്യേകതയുണ്ടോ? സാധാരണയുള്ള എല്ലാ മണ്ണും കല്ലും വെള്ളവും ഒക്കെ തന്നെയാണ് അവിടെയുള്ളത്. ആ ലാൻഡ് തന്നെ വേണം എന്നുള്ളത് അത് ശരിക്കൊരു എന്താ പറയാ, നമ്മള് ഓഗ്മെന്റഡ് ഫേക്ക്നെസ് എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാം അല്ലെ. സാധാരണ ഈ ബിലീഫ് സിസ്റ്റം എല്ലാ സമയത്തും റൺ ചെയ്യുക എന്ന് പറയുന്നത് കുറേ എന്താ പറയുക, കുറേ മിഥ്യയായിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത കുറെ സ്റ്റോറീസ്. ഇപ്പം നമ്മളുടെ ഇപ്പം മനുഷ്യ അല്ലെങ്കിൽ ഹ്യൂമൻ എവല്യൂഷന്റെ ഭാഗമായിട്ട് കൾച്ചറൽ എവല്യൂഷൻ വരുന്ന സമയത്ത് തന്നെ നമ്മളുടെ കയ്യിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. സ്റ്റോറീസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആട്ടോ. നമ്മള് ഇപ്പൊ ഈ കഥ വായന മരിക്കും അങ്ങനെയൊന്നും അല്ല. മനുഷ്യരുണ്ടായ അന്ന് മുതൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ലീഡ് ചെയ്യുന്നത് കഥകളാണ്. ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെ ലീഡ് ചെയ്യുന്നതും കഥകളാണ്. നിങ്ങൾ വിചാരിക്കുക നല്ലത് ചെയ്തിട്ട് മരിക്കണം, മരിച്ചിട്ട് സ്വർഗത്തിൽ പോകണം. ദാറ്റ്സ് എ ഈവൻ ഇഫ് അതൊരു ബിലീഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ദാറ്റ്സ് എ സ്റ്റോറി. ഇറ്റ്സ് എ ത്രെഡ്, റിയലി ഇറ്റ്സ് എ ത്രെഡ്. അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷൻ വേണ്ട. ഇപ്പൊ നിങ്ങളൊന്ന് നോക്ക്, 9:30 നിങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കണം, 3:30 നിങ്ങൾ എണീറ്റ് പോകണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ത്രെഡ് ഓഫ് വേർഡ്സ്, ത്രെഡ് ഓഫ് വേർഡ്സ് ആണ്. ആ ഒരു കോൺസെപ്റ്റ് അതല്ലെങ്കിൽ അതൊരു സ്റ്റോറി, ആ ഒരു സ്റ്റോറിയിൽ കയറിയിട്ടാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് ജീവിച്ചോണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മണി, സമയം, നിങ്ങൾക്ക് എത്ര സമയം ഒരു സ്ഥലത്ത് ഇരിക്കാനാവൂടോ? എത്ര സമയം ഇരിക്കാനാവും? മിക്കവാറും നിങ്ങൾ ഞങ്ങളെ പഠിച്ചിട്ടാ ഇരിക്കണ്ടാവുക, ടീച്ചേഴ്സിനെ പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ 1 മണിക്കൂറൊക്കെ 1 അവർ ഇരിക്കണ്ടാവുക. അതേസമയം ഒരു നമ്മളുടെ ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സിലപ്പുറമൊന്നും നമുക്ക് ഇരിക്കാൻ കഴിയില്ല. അത് നമ്മളിങ്ങനെ ഈ മനുഷ്യരായി ഹ്യൂമൻ എവല്യൂഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയത്തിനെ കുറിച്ചുള്ള വല്ലാത്തൊരു ബോധം അല്ലെങ്കിൽ ആ സമയത്തിനനുസരിച്ച് നമ്മൾ ഇവോൾവ് ആയി വന്നതുകൊണ്ടാണ് ശരിക്കും. അതേസമയം നിങ്ങൾ ഞാൻ കാട്ടിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, അവിടെ നമ്മൾ രാവിലെ ആ കാട് കയറുന്ന സമയത്ത് ഒരു മരത്തിന്റെ കൊമ്പത്ത് ഇങ്ങനെ ഒരു ഇരുത്തം ഒരു ആദിവാസി ഇരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വൈകുന്നേരം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അതേ ഇരുത്തം അവരവിടെ ഇരിക്കുന്നുണ്ടാവും. ഭയങ്കര അത്ഭുതമാണത്. കാരണം അവർ സമയത്തിനെ കുറിച്ച് ബോധമല്ല, അവർക്ക് ഇത്ര സമയം പോയല്ലോ എന്നുള്ളൊരു ചിന്തയില്ല. അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ഹരരി എന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ നുണ എന്ന് പറയുന്നത് ഒന്ന് മണിയാണ്, പിന്നൊന്ന് സമയമാണ് എന്നുള്ളത്. രണ്ടും നമ്മളുടെ കഥയാണ്, നമ്മളുണ്ടാക്കിയ കഥയാണ്. മണി നമ്മളുണ്ടാക്കിയ കഥയാണ്, സമയം നമ്മളുണ്ടാക്കിയ കഥയാണ്. അപ്പോ അതുപോലെ ഇപ്പം ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് വന്ന പടച്ചോത്തി എങ്ങനെയാന്നുള്ളതാണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് അത് വെച്ചിട്ടാണ് നമ്മൾ സമൂഹത്തിനെ ആണെങ്കിലും ആൾക്കാരിനെ ആണെങ്കിലും ഒക്കെ തല്ല്. ഇപ്പോ നിങ്ങളിപ്പം ജൻസിയിലുള്ള കിഡ്സിന് കുറെ കൂടിയൊക്കെ എന്താ പറയാ, കുറെ കൂടിയൊക്കെ ഫ്രീ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഞാൻ പറയും അവർക്ക് ചുറ്റും വരച്ചിരിക്കുന്ന ത്രെഡ് അല്ലെങ്കിൽ അവർക്ക് ചുറ്റും വരച്ചിരിക്കുന്ന ബൗണ്ടറി നമ്മളെക്കാളും കുറച്ചും കൂടി വലിയ ബൗണ്ടറിയാണ്, അത്രയേ ഉള്ളൂ. അപ്പോഴും ആ ബൗണ്ടറി അവര് ചാടിക്കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. അങ്ങനെ അത്രേ നമ്മൾക്കൊരു കാൽക്കുലേഷൻ പറയാൻ പറ്റുള്ളൂ. ഈ പടച്ചോത്തി എന്നുള്ളത് എന്തുകൊണ്ട് അതിൽ ശരിക്കും ആ കഥാപാത്രം ഒരു സൂഫി സ്ത്രീയാണ്. ഒരു പടച്ചോത്തി എന്ന് സ്വയം വിളിക്കുന്ന ഒരു സൂഫി സ്ത്രീയാണ് അതിലൊരു കഥാപാത്രം. ഞാൻ പടച്ചോത്തിയാണ്, പടച്ചോന്റെ പെണ്ണുങ്ങളാണെന്നൊക്കെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ പടച്ചോന്റെ ആരാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവരുടെയാണ്. അപ്പൊ അതുപോലെ തന്നെ പടച്ചോന് ജെൻഡർ റോൾ ഇല്ല എന്നുള്ളതും പറഞ്ഞു വെക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആ പടച്ചോത്തി എന്നുള്ള വേർഡ് കൊണ്ടൊരു ഉദ്ദേശം ഉണ്ടായത്. ഹായ് മാം, എൻ്റെ പേര് മുബഷിറ. ഞാൻ സെക്കൻഡ് ഇയർ BA ഇംഗ്ലീഷിലാണ്. അപ്പോൾ മാം ഈ റൈറ്റിംഗ് ജേർണിയിൽ മറക്കാനാവാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസോ ഇൻസിഡൻസോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യോ? ചെയ്യാം, അത് വേണം. മറക്കാനാവാത്ത എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഞാൻ എഴുതുമായിരുന്നു, ചെറുത് മുതലേ എഴുതുമായിരുന്നു. എൻ്റെ ഫാമിലി അത്ര കൺസേർട്ട് ഒന്നുമല്ല,
എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. ആ സമയം കുറച്ച് എന്താ പറയുക സ്ട്രോങ് ബിലീവേഴ്സ് ആയിട്ടുള്ള മുസ്ലിംസ് ആണ്. ബട്ട് അപ്പം ഈ എഴുതുക എന്നുള്ളത് അതൊരു വേണ്ടാത്ത പണിയായിരുന്നു വീട്ടില്. അപ്പം അതിന് എനിക്ക് 4 ജ്യേഷ്ഠന്മാരുണ്ട്. അപ്പൊ ആ സമയം മുതലേ എനിക്ക് മണ്ടക്ക് നല്ല മേട്ടം കിട്ടുമായിരുന്നു. മണ്ടക്ക് മേട്ടം കിട്ടാ പറയില്ലേ, നല്ലോണം കുത്തിട്ടായിരുന്നു എഴുതുന്നതിന് വേണ്ടിയിട്ട്. എഴുതുന്നുണ്ട്. അപ്പോ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടീനേജിൽ, നിങ്ങളുടെ ഈ പ്രായത്തിൽ നന്നായിട്ട് എഴുതുമായിരുന്നു. ആ സമയത്താണ് പിന്നെ എനിക്കൊരു ഭയങ്കര ഗ്യാപ്പ് വന്നു. ഒരു 17 ഇയേഴ്സിന്റെ ഗ്യാപ്പ് വന്നിട്ടാണ് പിന്നെ ഞാൻ പടച്ചോത്തിന്റെ മുമ്പ് യവൈതാത്തിന്റെ പ്രണയ സന്ദേശവും അത് കുറച്ച് പോയട്രി ആയിരുന്നു. അപ്പോഴെപ്പോഴും എഴുതിയിട്ട് പോയട്രി ബുക്കാക്കി ഇറക്കിയതായിരുന്നു. അതേസമയം പടച്ചോത്തിയാണ് ഞാനൊരു സീരിയസ് വർക്ക് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത്. പടച്ചോത്തിയിൽ തന്നെ 11 സ്റ്റോറി ഉണ്ട്. അതിൽ 5 സ്റ്റോറി വളരെ റീസെന്റ് ആയിട്ടുള്ളതും 6 സ്റ്റോറി പലപ്പോഴായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ പടച്ചോത്തി ഇറങ്ങിയതിനു ശേഷം അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് പടച്ചോത്തി എന്നുള്ള പേര് തന്നെ പ്രശ്നം തന്നെയായിരുന്നു. എസ്പെഷ്യലി എൻ്റെ ചുറ്റുമുള്ള ലോകത്ത് അത് ഭയങ്കര പ്രശ്നമായിരുന്നു. MES കുടുംബത്തിൽ മാത്രമാണ് എനിക്ക് വലിയ പ്രശ്നങ്ങൾ അതിന് നേരിടാതിരുന്നത് സത്യം പറഞ്ഞാൽ. അതേസമയം എൻ്റെ ചുറ്റുമുള്ള ലോകത്ത്, ഫാമിലിയിൽ, നാട്ടിൽ ഒക്കെ അത്യാവശ്യം നല്ല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതിനൊരു അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴേക്ക് പിന്നെ മനുഷ്യന്മാർ കുറേയൊക്കെ അല്ലേ, അങ്ങനെയല്ലേ, നമ്മളോട് ഒരിക്കലും നമ്മൾ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാർ ഒരിക്കലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മളുടെ കൂടെ ഏറ്റവും ഉണ്ടാവാതിരിക്കുക ആരാന്ന് വെച്ചാൽ നമ്മളെ കൂടെ രാവിലെ മുതൽ രാത്രി വരെയുള്ള മനുഷ്യന്മാരായിരിക്കും മിക്കവാറും നമുക്ക് നല്ല പാരയായിട്ട് വരികയും ചെയ്യാം. നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാർ ആയിരിക്കും നമ്മളൊരു സക്സസിലേക്ക് എത്തുന്ന വരെ സ്ട്രഗിള് നമുക്ക് ഏറ്റവും കൂടുതൽ തന്നു. അത് പിന്നെ വേറെ കാര്യം കേട്ടോ, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്കെല്ലാം നമ്മളെ വേദനിപ്പിക്കാൻ കഴിയില്ല. അത് വേറെ കാര്യമാണ് അല്ലടോ. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ വേദനിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്നേഹിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്താലും നമ്മൾ മൈൻഡ് ചെയ്യോ? ഇല്ലല്ലോ. അപ്പൊ അത് കാരണം നമ്മളെ ചുറ്റുള്ള ആൾക്കാര് അതല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് വേദനിക്കും. അപ്പൊ ഈ പടച്ചോത്തി ഇറങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഐസൊലേറ്റഡ് അവസ്ഥയിലേക്ക് ഞാൻ പോയിരുന്നു. ബട്ട് അത് കാരണമാണ് കുറച്ചൊരു ഇല്ലേ നമ്മള് ഒരു ഗ്യാപ്പൊക്കെ വരാനുള്ള ചെറിയ റീസൺ കൂടി അതാണ്. രണ്ടാമത്തെ അല്ലെങ്കിൽ ആൻഡമൻസി ഇപ്പം വരാനുള്ള. അപ്പോൾ അത് തന്നെയാണ് ഇതിലെ. പക്ഷെ എന്താ പറയാ, അതോടുകൂടി നമ്മൾ പഠിക്കും ആരെ കൊള്ളണം ആരെ തള്ളണം എന്നുള്ളത്. ആ കൊള്ളാൻ പറ്റുന്നവരെ കൊണ്ടാൽ മതി. ഒരുപാട് ആൾക്കാരൊന്നും നമ്മളെ ലൈഫിൽ ആവശ്യമില്ലല്ലോ. 1-2 പേര് കൂടെ നിൽക്കുന്ന 1-2 പേരെ നമുക്ക് ലൈഫിൽ ആവശ്യമുള്ളൂ. അത് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ധൈര്യം വരികയും ചെയ്യും. അതാണ് ഒരു വന്നിട്ടുള്ള പറയാൻ പറ്റിയ ഒരു സ്ട്രഗിള്. ഈ എൻ്റെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഞാൻ പെയിന്റ് ചെയ്യും. അപ്പം ഈ പെയിന്റിങ്ങിന്റെ താഴേക്ക് വന്നിട്ട് എന്തൊക്കെയോ കമന്റ് പറയും. എത്രയോ പ്രായമുള്ള മനുഷ്യന്മാരെ ലൈക്ക് നമ്മളിങ്ങനെ അന്ന് നമ്മൾ അന്തം വിട്ടു പോകും. അത്രയും പ്രായമുള്ള മനുഷ്യന്മാര് നാട്ടുകാരൊക്കെ വന്നിട്ട്. അത് അത്യാവശ്യം ഒരു ഇത് തന്നെയായിരുന്നു, പ്രശ്നം തന്നെയായിരുന്നു പഠിച്ചോത്തി ഇറങ്ങിയതിന് ശേഷം. ആരെങ്കിലും ഉണ്ടോ? ഞാൻ പ്രസംഗം വേണ്ടെന്ന് വിചാരിച്ചിട്ടോ ഒരു ഇന്ററാക്റ്റീവ് ഇതിലേക്ക് പോയത്. പ്രസംഗം വേണമെങ്കിൽ ഞാൻ ഇപ്പൊ പ്രസംഗിക്കണം. ഉണ്ടോ ഷെമി? ഇനി ക്വസ്റ്റ്യൻസ് ഇല്ലാതെ തോന്നുന്നുണ്ട് കുട്ടികളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓ ശരി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മടി വിചാരിക്കേണ്ട, ഫ്രണ്ടിലേക്ക് വന്നോളൂ. ഉണ്ടോ? പോന്നോ? എന്നാ ഈ ഒരു പ്രോഗ്രാമിന് ഔദ്യോഗികമായിട്ട് നന്ദി പറയാൻ നമ്മളുടെ ലിറ്റ് സ്പേസിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ലിറ്റററി ക്ലബാണ് ലിറ്റ് സ്പേസ് കോർഡിനേറ്റർ ആയിട്ടുള്ള
ഡോക്ടർ നിച്ല ടിവൈനെ ഞാൻ ക്ഷണിക്കുന്നു. മതിയോ? ഹലോ. അപ്പോ ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ആറ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മിസ് ഷെമിയത്ത്, വിമൻ സെൽ കോർഡിനേറ്റർ സമീറ ഹനീഫ്, joint coordinator Ms. Veena, and dear students, we are very lucky today to have had a session from you. അപ്പോൾ ലിറ്ററേച്ചർ ക്ലബിന്റെ കൂടെ അസോസിയേഷൻ വന്നതോട് കൂടെ തന്നെ ഐ ഫീൽ ദാറ്റ് ഈ ഒരു ടോക്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ട് ജസ്റ്റ് അബൌട്ട് വിമൻ ഗോയിങ് ത്രൂ ദ വാട്ട് ആൾ സ്ട്രഗിൾസ് യു വെന്റ് ത്രൂ. ഇപ്പൊ ലാസ്റ്റ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഐ തിങ്ക് that is also what you are standing for, to break the shackles of society. Like the students would have understood that how we are all imprisoned in narratives, and you speak with so much fluency about these things that this is doing justice to a literature department, actually not a zoology or a science department, so or a botany department. So you spoke about the shackles that are placed on women, and you spoke about creative writing. Mrs. സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ I was thinking about how you have to capture ideas in that moment and not let it go, because that fire won't be there the next time you come back to it. I think that echoed the words of Elizabeth Gilbert. Maybe you've heard of that, The Big Idea, where she talks about also how there are so many ideas floating around and you have to get that idea. If you don't catch the idea just then, it'll float off and it will not come back to you again. So you were talking about that and how you have to write, and after some time come back to it with a fresh mind about and then edit it. So that is also a lesson in creative writing. ഇതൊക്കെ ശരിക്കും ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ് ആണ്, ആൻഡ് യു ടോക്കിംഗ് അബൌട്ട് ഇറ്റ് വാസ് അമേസിങ്. ആൻഡ് ഐ തിങ്ക് ഇത് കുട്ടികൾക്ക് നോട്ട് ജസ്റ്റ് റൈറ്റേഴ്സിന് വേണ്ടി മാത്രമല്ല, ഹൗ യു ടോക്ട് അബൌട്ട് യു ഷുഡ് ഫോളോ യുവർ ഡ്രീംസ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും പെയിന്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും, സിംഗ് ചെയ്യുന്നവരുണ്ടായിരിക്കും, ഓർ മേ ബി ഓൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഐഡിയാസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ ഈ റൈറ്റിങ്ങിന് ഷെമിയത്ത് എത്രയും പാഷനേറ്റ് ആയിട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഈ ടോക്കിൽ നിന്ന് കുട്ടികൾക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേ ഒരു പാഷൻ ആൻഡ് ഫയർ ഇഫ് ദ സ്റ്റുഡൻസ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ദെയർ ഓൺ passions and interests, this 1 hour that they spent with you would be the most fruitful. Thank you so much for inspiring our students today, and it was highly refreshing, and I think all the students will agree with me that this was a very wonderful session. Thank you, Ms. Shemiyat, for this wonderful. Bye. Thank you everyone. Thank you students. So, Shemi, thank you. Oh, Aida. Okay. Bye. Spacing forward. ഇത് നീ കട്ട് ചെയ്യാലോ. സ്റ്റോപ്പ്.